ഉറപ്പാണ്. അച്ഛനെ എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. യേശുമിശിഹായിൽ പ്രിയമുള്ള പുന്നശ്ശേരിയച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യുവജനങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എഴുത്താരയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നനഞ്ഞ ഒരു സായാഹ്നത്തിൽ തിരുനാളിൻ്റെ ആനന്ദത്തിൽ നമ്മൾ പങ്കുചേരുന്നു. മുൻപ് എനിക്ക് തോന്നിയത് തേമാലിക്കര അവരെ നടത്തിയ കൊന്തറ നമസ്കാരത്തിൽ കുർബാന അർപ്പിക്കാൻ വന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി കാണാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷം. കുർബാന എന്ന് പറയുന്നത് രണ്ടുപേർ തമ്മിലുള്ള കണ്ടുമുട്ടലാണ്. അൾത്താരയിൽ നിന്നും മനുഷ്യനെ തേടിയിറങ്ങുന്ന ദൈവവും ലോകത്തിൽ നിന്നും അൾത്താര തേടി വരുന്ന മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുന്ന ദിവ്യമുഹൂർത്തത്തിലാണ് കുർബാന ഉണ്ടാവുന്നത്. അതുകൊണ്ട് രണ്ടുപേരുടെ ഈ കണ്ടുമുട്ടൽ നമുക്കെല്ലാവർക്കും ഓരോരുത്തർക്കും അനുഗ്രഹപ്രദമാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപാട് കാത്തിരുന്ന് കണ്ടുമുട്ടുന്ന രണ്ട് സുഹൃത്തുക്കളോ അതിലും ബന്ധമുള്ളവരോ ഒക്കെ കാണുമ്പോഴുള്ള അത്രമേൽ വലിയ വാത്സല്യത്തോടും സ്നേഹഭാവങ്ങളോടും ഹൃദയത്തുടിപ്പോടും കൂടി അൾത്താരമേശയ്ക്കരികെ നമുക്ക് നിൽക്കാം. ദൈവം എന്നെ കൂടി കാണണമെന്നും എന്നെ കൂടി തൊടണമെന്നും നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം. സന്തോഷത്തോടെ ഈ കുർബാനയിൽ പങ്കുകൊള്ളാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരും ഇങ്ങനെ മസിൽ പിടിച്ച മുഖത്തോടെയൊന്നും നിൽക്കണ്ട. ദൈവം അത്ര പേടിപ്പിക്കുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് പുഞ്ചിരിയോടെ നിന്ന് പ്രാർത്ഥിക്കുക. മനസ്സിൽ നമുക്കൊരുപാട് ആകുലതകളൊക്കെ ഉണ്ട്. വ്യാകുല മാതാവിൻ്റെ പള്ളിയിൽ നിൽക്കുമ്പോൾ ആകുലതകളല്ലാണ്ട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ശരിയാണ്. പക്ഷേ എല്ലാ ആകുലതയും മാറ്റിയിട്ട് ആയുസ്സിൽ എന്തെങ്കിലും ചിരിക്കാൻ പറ്റുമോ? നടക്കാൻ പോണില്ല. സെമിത്തേരിയിലെത്തണവരെ ഈ ആകുലതയൊക്കെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ അങ്ങനെ കിടക്കും. നമ്മളിങ്ങനെ ജീവിതത്തെ ചിരിച്ചുകൊണ്ട് നേരിടണം. അതുകൊണ്ട് പുഞ്ചിരിയോടെ പ്രാർത്ഥിക്കുക. അതാവട്ടെ ഇന്നത്തെ കുർബാനയുടെ പ്രത്യേകത. സന്തോഷത്തോടെ നമുക്ക് ഈ കുർബാനയിൽ പങ്കുചേരാം. ഒരു നിയോഗം മാത്രം വെച്ചാൽ മതി. വലിയ ലിസ്റ്റൊന്നും വേണ്ട. ഒറ്റ നിയോഗം. ദൈവമേ, എൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണമെന്ന്. എനിക്കുണ്ടാകണമെന്നല്ല കേട്ടോ, എൻ്റെ ഇടത്തും വലത്തും നിൽക്കണവർക്ക് അനുഗ്രഹം ഉണ്ടാകണമെന്ന്. അപ്പം നമ്മളും ആരുടെയെങ്കിലുമൊക്കെ ഇടത്തും വലത്തും ആയിരിക്കുമല്ലോ നിൽക്കണത്. അവർ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ ആരാ അടുത്ത് നിൽക്കണേന്ന്. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളാവും, പാര പണിഞ്ഞ ആളാവും. ഓ ആ മയമ ദുഷ്ടത്തി ആരും ആട്ടെ, സാരില്ലേ. ഈ കുർബാനയിൽ നമുക്ക് ഒറ്റ നിയോഗമുള്ളൂ. ദൈവമേ, എൻ്റെ ഇടത്തും വലത്തും നിൽക്കണവർക്ക് നിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ടൊരു കുർബാന, അതാണ് ഏറ്റവും സുന്ദരമായ കുർബാന. അവനവന് വേണ്ടി പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു കുർബാന അർപ്പിക്കാം. നല്ല ഗായക സംഘമൊക്കെ ഉണ്ട്. കുറേ കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാരൊക്കെ നിരന്ന് നിൽക്കുകയാണ്. അവരുടെ പാട്ട് കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് നിന്നാൽ പോരാ കേട്ടോ. എനിക്കറിയാം കൈപ്പൊട്ടുകാരെല്ലാവരും നല്ല ബെസ്റ്റായിട്ട് പാടും. ഇല്ലേ മക്കളെ? പാടൂലേ? എല്ലാവരും ചേർന്ന് പാടണം. നമുക്ക് ഒരുമിച്ച് പാടാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ തിരുനാമത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി തിരുസന്നിധിയിൽ നിന്ന് ഈ ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. 23-ാം സങ്കീർത്തനം നല്ല ഇടയനായ യഹോവയെ കുറിച്ചുള്ള ഗാനമാണ്. തൻ്റെ ദൈവത്തിൻ്റെ മുൻപിലിരുന്ന സങ്കീർത്തകൻ പാടും: കർത്താവ് എനിക്കിടയൻ, ഒരു കുറവും വരുത്താത്തവൻ, മരണതാഴ്വരയിൽ പോലും ഭയമില്ലാതെ നീങ്ങുവാൻ കരുത്തേകുന്നവൻ, ശത്രുവിൻ്റെ വീട്ടിൽ പോലും എനിക്ക് വിരുന്നൊരുക്കുന്നവൻ, എൻ്റെ സംരക്ഷകൻ. ഇടയ സങ്കീർത്തനം നമുക്ക് ഏറ്റുപാടാം.
പാപിയുടെ ഇടനെഞ്ചിൻ രോദനം കേൾക്കണേ. എന്നാൽ നന്ദി പറയുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. ഞങ്ങളുടെ കർത്താവേ, അങ്ങ് സത്യമായും ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങളെന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന ദൈവമേ, ജീവദായകവും ദൈവീകവുമായ ദിവ്യവചനം ശ്രദ്ധയോടെ ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബോധത്തെ പ്രകാശിപ്പിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സഹോദരരെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും
അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ടുവേണം നാം ഓടുവാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശു ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ. പാപത്തിനെതിരെയുള്ള സമരത്തിൽ നിങ്ങൾക്കിനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എൻ്റെ മകനെ, കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ ദഷ്ടധൈര്യനാകുകയും അരുത്. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിന്റെ ശിക്ഷണം ലഭിക്കാത്ത ഏതു മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്താനങ്ങളാണ്. ഇതിനു പുറമെ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ഭൗമിക പിതാക്കന്മാരുണ്ടായിരുന്നു. നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയരായി ജീവിക്കേണ്ടതല്ലേ? ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചു സമയം നമ്മെ പരിശീലിപ്പിച്ചു. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നതിന് നമ്മുടെ നന്മയ്ക്കും തന്റെ പരിശുദ്ധിയിൽ നാം പങ്കാരാകുന്നതിന് വേണ്ടിയാണ്. എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. ഹൃദയവീണകളേറ്റു പാടും സ്നേഹസംഗീതം, വചന കീർത്തനധാര ചൊരിയും സ്നേഹസുവിശേഷം. ഹൃദയവീണകളേറ്റു പാടും സ്നേഹസംഗീതം, വചന കീർത്തനധാര ചൊരിയും സ്നേഹസുവിശേഷം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം തന്നെ പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ നമ്മുടെ കർത്താവിശും മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 11, 27 മുതൽ തിരുവചനങ്ങൾ. ഈശോ ഇത് അരുൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, മകനെ, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. യേശു പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. കൈപ്പറ്റൂക്കാർക്ക് മാതാവിനോട് വലിയ ഭക്തിയാണ്. മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ എത്ര ലക്ഷം വേണമെങ്കിലും അവർ ചെലവാക്കും. മാതാവിൻ്റെ നാമത്തിൽ പള്ളി പണിയാൻ എത്ര കോടിയാണ് അവർ ചെലവാക്കിയത്. ഒക്കെ നല്ല കാര്യമാണ്. അഭിമാനത്തോടെ തല ഉയർത്തി കൈപ്പറ്റൂർ
ദേവാലയം നിൽക്കുന്നു. അത് പണിഞ്ഞ ശില്പികളും വിയർപ്പൊഴുക്കിയവരും ആശയങ്ങൾ കൊണ്ടും ആലോചനകൾ കൊണ്ടും സമ്പന്നരാക്കിയവരുമൊക്കെ ഈ കൂട്ടത്തിലിരിപ്പുണ്ട്. എല്ലാവർക്കും പ്രണാമം. അങ്ങനെ പ്രണാമം ചൊല്ലുമ്പോഴും ഭാര്യ എന്ന നിലയിലും അമ്മ എന്ന നിലയിലും നമ്മുടെയൊക്കെ വീടുകളിലുള്ള സ്ത്രീ രൂപങ്ങളോട് നമ്മൾ കാണിക്കുന്ന പരിഗണന, ആദരവ്, അത് രണ്ടും അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതല്ലേ എന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ്. ഇവിടെ ഇരിക്കുന്ന മാതാവിൻ്റെ രൂപം നിങ്ങൾ എത്ര തവണ തൊട്ടുമുത്തും, എത്ര മനോഹരമായി അലങ്കരിക്കും, എത്ര മണിക്കൂർ വേണമെങ്കിലും എടുത്ത് തോളത്ത് വെച്ച് കൊണ്ട് നടക്കും. ഭാര്യ എന്ന നിലയിലോ അമ്മ എന്ന നിലയിലോ വീട്ടിലുള്ള സ്ത്രീരൂപത്തോട് ഇതിൻ്റെ 100-ലൊന്ന് ആദരവ്, പരിഗണന കാണിക്കുന്നുണ്ട് എന്ന് ഈ അമ്മമാരൊക്കെ സമ്മതിക്കൂ? സത്യത്തിൽ ഇതല്ലേ കൂടുതൽ പ്രധാനപ്പെട്ടത്, മറ്റതൊഴിവാക്കാതെ തന്നെ. കാരണം ഏത് സ്ത്രീയുടെ മുഖത്തും മാതാവിൻ്റെ മുഖഛായ വീണ് കിടപ്പുണ്ട്. ഏത് സ്ത്രീയുടെ ജീവിതത്തിലും വ്യാകുല മാതാവിൻ്റെ ജീവിതത്തിൻ്റെ ചെറു വ്യാകുലങ്ങളുമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അവരോട് കാട്ടുന്ന ആദരവ്, അവരോട് കാട്ടുന്ന പരിഗണന. ഞാനിത് പറയുമ്പോൾ എനിക്ക് സത്യമായിട്ടും അറിയാം, 1000 വീടുള്ള ഒരു പള്ളിയിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. എല്ലാ വീടുകളിലൂടെയും ഞാൻ കയറി ഇറങ്ങി നടക്കുന്ന ആളാണ്. എല്ലാ ദിവസവും ഒരു 5 മണിയാകുമ്പോൾ ഇറങ്ങിയാൽ 9 മണി വരെയെങ്കിലും ഞാൻ ഇടവകയുടെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിലുണ്ട്. എനിക്കറിയാം എൻ്റെ ഇടവകയിലെ കുടുംബത്തിലെ ജീവിത കഥകളൊക്കെ. അമ്മട്ടിൽ തന്നെ വലിയ മാറ്റമില്ലാതെ ഇവിടെയും ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഒരു താലിച്ചരടിൻ്റെ ബന്ധത്തിൻ്റെ പേരിൽ, ബന്ധനത്തിൻ്റെ പേരിൽ വിധിക്കപ്പെട്ട് അടിമകളായി കഴിയുന്ന ഒരുപാട് പെണ്ണുങ്ങൾ, ഒരുപാട് അമ്മമാർ, ഒരുപാട് ഭാര്യമാർ നമ്മുടെ നാട്ടിലും വീടുകളിലുമുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഈ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം അമ്മ എൻ്റെ വീട്ടിലെ വേലക്കാരിയല്ല എന്നതാണ്. അമ്മ എൻ്റെ വീട്ടിലെ വേലക്കാരിയല്ല എന്ന പാഠമാണ് കുഞ്ഞുങ്ങളെ നാം ആദ്യം പഠിപ്പിക്കേണ്ട പാഠം. സത്യത്തിൽ നിങ്ങളൊക്കെ ആലോചിച്ചാലറിയാം, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ അമ്മ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയെ പോലെയാണ്. പ്രഭാതത്തിൽ ഏറ്റവും ആദ്യം ഉണരുന്നത് മുതൽ എത്രയോ കൂലിയില്ലാത്ത ജോലികൾ ചെയ്ത് എല്ലാവർക്കും വെച്ച് വിളമ്പി, സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതും ജോലിക്ക് കൊണ്ടുപോകാനുള്ളതും ഒക്കെ പൊതിഞ്ഞു കെട്ടി, രാവിലത്തെ കഴിഞ്ഞ് പാത്രം കഴുകി, ഉച്ചത്തെ ഉണ്ടാക്കി, തുണിയലക്കി, വൈകുന്നേരത്തെ ഉണ്ടാക്കി, പാത്രം കഴുകി, അത്താഴമൊരുക്കി, ആ പാത്രം കഴുകി, എല്ലാവരും കിടന്ന ശേഷം കിടക്കാൻ ഒരുപാട് അധ്വാനത്തിൻ്റെ, കണ്ണീരിൻ്റെ, അവസാനം ഒരു പരിഗണനയുമില്ലാത്ത ചീത്തയുടെയൊക്കെ വഴികളിലൂടെ കടന്നു പോകുന്നവർ, അതും കഴിഞ്ഞ് മദ്യലഹരിയിൽ വന്ന് കാണിക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും
അതങ്ങനെയല്ലേ വരൂ. അതെവിടത്തെയാ നമുക്കറിഞ്ഞൂടെ? വീടിന സ്തുതിയും പുകഴ്ചയും. അപ്പൊ അമ്മയുടെ ഗുണമാണ് മക്കളിലൂടെ പ്രകാശിതമാകുന്നത്. യേശുവിനെ കുറിച്ച് പോലും അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മെക്കുറിച്ച് അതിനപ്പുറത്തുണ്ടോ? യേശുവിനെ കുറിച്ച് പോലും ലോകം സാക്ഷ്യപ്പെടുത്തിയത് അങ്ങനെയാണ്. മോനെ, നിന്റെ അമ്മയുടെ ഗുണമാടാ നിന്റെ ഗുണം. അമ്മ എത്രമേൽ ഗുണമുള്ളവളാണോ അത്രമേൽ ഗുണമുള്ള മക്കളുണ്ടാകും. അമ്മ എത്രമേൽ ഗുണമുള്ളവളാണോ നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലമെന്ന് സുവിശേഷകൻ പറഞ്ഞു വെക്കില്ലേ 6-ാം അധ്യായത്തിൽ? അതുകൊണ്ട് നല്ല വൃക്ഷമാവുക, നല്ല ഫലമുണ്ടാകാൻ പരിഗണന കാട്ടുക, ഒരു കരുതലുണ്ടാവുക. 10 കൽപ്പനകളും ലംഘിച്ച ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യണോ, പോലീസിന് കീഴടങ്ങണോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു രംഗത്തിൽ അവൻ നടത്തുന്ന ഒരു ആത്മകഥം. അതൊരു കവിതയാണ്. അതിങ്ങനെയാണ്: ഒരു വിത്തു മനസ്സിലന്നു ഞാൻ അറിയാതമ്മ നമിച്ചു നട്ടതാം. മനസ്സിലന്നു ഞാൻ അറിയാതമ്മ നമിച്ചു നട്ടതാം. ഘനവേദന പെയ്ത മാരിയിൽ കുളിര് പൊട്ടിമുളച്ചിടുന്നതാം. ഘനവേദന പെയ്ത മാരിയിൽ കുളിർ പൊട്ടിമുളച്ചിടുന്നതാം. ഒരു വിത്ത് ഞാൻ അറിയാതെ എൻ്റെ അമ്മ എൻ്റെ മനസ്സിൽ നമിച്ചു നട്ടതാണ്. വെറുതെ നട്ടതല്ല, നമിച്ചു നട്ടതാണ്. അതിന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കടകരമായൊരു മുഹൂർത്തത്തിൽ അത് മുളയ്ക്കുന്നു. എങ്ങനെ മുളയ്ക്കുന്നു? എൻ്റെ കണ്ണീര് വീണ് ആ വിത്ത് മുളയ്ക്കുന്നു. ഞാൻ തിരികെ നടക്കുകയാണ് നന്മയിലേക്ക്. അപ്പൊ ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് തിരികെ നടക്കാൻ അമ്മ മനസ്സിൽ നമിച്ചു നട്ട വിത്തുകൾക്കാണ് മുള പൊട്ടാനാവുകയുള്ളൂ. മക്കളുടെയൊക്കെ മനസ്സിൽ നന്മയുടെ വിത്തുകൾ, ദൈവവിചാരത്തിൻ്റെ വിത്തുകൾ നമിച്ചു നടുന്ന ദൈവരൂപങ്ങളായി അമ്മമാർ മാറണം. ഒപ്പം അമ്മ വീട്ടിലെ വേലക്കാരിയല്ലെന്നും ഒരുപാട് ആദരവും പരിഗണനയും അർഹിക്കുന്ന ഒരു ദൈവ മാതൃരൂപമാണ് എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഭാര്യയ്ക്കും ഉള്ളതെന്നും ഒരു ബോധം നമുക്കുമുണ്ടാവണം. ആമേൻ.
ക്ലേശങ്ങളെല്ലാം ക്ഷമാപൂർവ്വം സഹിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗാരോപതിയായ മാതാവിനെ ആത്മന ദർശിച്ചുകൊണ്ട് ഞങ്ങളുടെ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ശ്രേഷ്ഠമോടെ അർപ്പിച്ചതോ ബലി ദിവ്യ സ്നേഹം ഞങ്ങൾ പണം ചെയ്തിടും സമ്പൂർണ്ണ ബലി നൽകുവാനാ മുന്നിൽ വരാ അങ്ങേക്കു കാഴ്ചയേകാ ഞങ്ങൾ തന്നെ കാഴ്ചയെല്ലാം കനിവോടെ കൈക്കൊള്ളണേ.
അസാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സംസ്കാരത്തിലെയും ഉദ്ധാനത്തിലെയും ഓർമ്മയാചരിക്കുവാൻ തന്റെ കൃപയാൽ ഈ കുർബാന സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, സായാഹ്നം ഓർത്ത് സ്തുതി. മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിനം, സ്വന്തം അമ്മയെ കൂടി ഓർത്ത് പ്രാർത്ഥിക്കാനുള്ള ദിനം. മാതാവിന്റെ രൂപത്തിന്റെ മുൻപിൽ ഞങ്ങൾ കാട്ടുന്ന ആദരവും വണക്കവുമെല്ലാം ഞങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീരൂപങ്ങളോടുകൂടി കാണിക്കേണ്ടതാണെന്ന തിരിച്ചറിവ്, അതേ പരിഗണന, അതേ ആദരവ് അവർക്ക് കൂടി നൽകുവാനുള്ള ഒരു ബോധം ഞങ്ങൾക്കുണ്ടാകാനാണ് ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന. യേശുവിൻ്റെ നന്മകൾ കണ്ട്, യേശുവിൻ്റെ നല്ല വാക്കുകൾ കേട്ട് ജനക്കൂട്ടം യേശുവിൻ്റെ അമ്മയെ സ്തുതിച്ചതുപോലെ ഞങ്ങളുടെയൊക്കെ പ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ ഞങ്ങളുടെ മാതാപിതാക്കളെയാണല്ലോ വിലയിരുത്തുന്നത്. നല്ല വൃക്ഷങ്ങളാകുവാൻ, നല്ല ഫലങ്ങളുണ്ടാകുവാൻ തമ്പുരാനെ, ഞങ്ങളുടെ പ്രാർത്ഥന ഈ കാസയിലും പീലാസയിലും ഞങ്ങളുടെ അമ്മമാരുടെ കണ്ണുനീരും സ്വപ്നങ്ങളും സങ്കടങ്ങളും തകർച്ചകളും പ്രതീക്ഷകളുമെല്ലാം ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംഗയാകും കന്യാമറിയത്തെ സാദരമൂർത്തിനാ പാവനമീ ബലിയിൽ
നമ്മൾ അർപ്പിക്കുന്ന ഈ കുർബാന നമ്മുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധ നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സ്തുതിതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങു നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും നന്ദിയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. സ്തുതിയായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദിൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ.
പരിശുദ്ധാത്മാവുമായ സർവീശ്വര, സ്വർഗവാസികളായ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ അവരുടെ വിശുദ്ധ കീർത്തനങ്ങളോട് ബലഹീനരായ ഞങ്ങളുടെ ഗാനവും ചേർക്കണമേ എന്നപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും ഉയർന്ന സ്വരത്തിൽ ഈ സായങ്കാലത്തിൽ അങ്ങയെ വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധൻ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവമേ, സർവശക്തനായ പിതാവേ, യേശുവിലൂടെ അവിടുന്ന് അർപ്പിച്ച പരമപരിശുദ്ധ കുർബാന ഞങ്ങളും അർപ്പിക്കുന്നു. ആദ്യത്തെ വിശുദ്ധ കുർബാനയുടെ രംഗം ഞങ്ങൾ ഓർക്കുന്നു. പേരറിയാത്ത ഏതോ ഒരമ്മ ഉണ്ടാക്കിയ ഒരപ്പമെടുത്ത് അതിനെ ദിവ്യകാരുണ്യമാക്കി പകർത്തി ലോകത്തിന് വേണ്ടി അങ്ങ് വാഴ്ത്തി മുറിച്ചു നൽകിയ രംഗം. അമ്മയുടെ വിരൽപ്പാട് വീണ അപ്പം ദിവ്യകാരുണ്യമായി മാറുന്നു. ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ ഞങ്ങളുടെയൊക്കെ അമ്മമാരുടെ വിരൽപ്പാടുകൾ വീണ് കിടപ്പുണ്ട്. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വാഴ്ത്തി ലോകത്തിന് നന്മയായി ഞങ്ങളുടെ അമ്മമാരുടെ നന്മ പുണ്യം മറ്റുള്ളവരേറ്റു പറയും വിധം സുഹൃതമാക്കി അവിടുന്ന് അയക്കണമേ. കർത്താവായ ദൈവമേ,
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചവോ അവിടുത്തെ പീഡാനുഭവത്തിൻ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങേ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്നു പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും ചെയ്യും. ഞാനീ ചെയ്തത് നിങ്ങളെന്റെ നാമത്തിൽ കൂടുമ്പോ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതിനാൽ ബലഹീനരായ ഞങ്ങളങ്ങനെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പറയാനാവാത്ത വിധം അത്രയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയല്ലോ. ഓരോ ദിവസവും കാത്തുപാലിക്കുന്നതിന്, യാത്രകളിൽ കൂടെയുള്ളതിന്, അപകടങ്ങളിൽ പെടാതെ സൂക്ഷിക്കുന്നതിന്, അധ്വാനങ്ങളിൽ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിന്, മനസ്സു തളർന്നു പോകുമ്പോൾ വീണ്ടും പ്രചോദിപ്പിക്കുന്നതിന്, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിരാശയിലാഴുമ്പോൾ
പ്രിയപ്പെട്ടവരിലൂടെ പ്രതീക്ഷയേകുന്നതിന്, സ്നേഹശൂന്യമായ ദിനങ്ങളിൽ സ്നേഹമായി എത്തുന്നതിന്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കും വീട്ടിലേക്കും അങ്ങ് ചൊരിഞ്ഞ് എണ്ണിയാൽ തീരാത്ത എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് രക്ഷയുടെ പാനപാത്രമുയർത്തി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും നന്ദിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവരും ഇരിക്കുക. മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നമുക്കിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ ഓരോരുത്തരും എടുത്തു പറയുമ്പോൾ മനസ്സിലവരെ ഓർക്കണം, അവർക്കായി പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ ഭൂമിയിലേക്ക് എനിക്കൊരു ജന്മം തന്നതിന് അങ്ങേക്ക് സ്തുതി. മനോഹരമായി പ്രപഞ്ചത്തിൽ എനിക്ക് ജനിക്കാൻ കഴിഞ്ഞല്ലോ. ഈ ഭൂമി വീടിൻ്റെ സൗന്ദര്യം, സന്തോഷം, സംഗീതം എല്ലാം കാണുവാനും കേൾക്കുവാനും ആസ്വദിക്കുവാനും എനിക്ക് ആയുസ്സു തന്നതോർത്ത് അങ്ങേക്ക് പ്രണാമം. എൻ്റെ ജന്മം എനിക്ക് സുഖിക്കാൻ മാത്രമുള്ളതല്ലെന്നും അതൊരു കുർബാന എന്ന പോലെ മറ്റുള്ളവർക്കായി മുറിയപ്പെടേണ്ട ദൈവദാനമാണെന്നുമുള്ള ബോധം കൂടി എനിക്ക് നൽകണമേ. എൻ്റെ ജീവിതത്തെ കൂടി അവിടുന്ന് വാഴ്ത്തണമേ. എൻ്റെ കുടുംബത്തിന് വേണ്ടി, നാടിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചേകുവാനുള്ള കൃപയേകണമേ. ഈ ഭൂമിയിലേക്ക് എനിക്ക് വാതിൽ തുറന്ന എൻ്റെ മാതാപിതാക്കന്മാരെ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥനയും ത്യാഗവും കണ്ണുനീരും കഷ്ടപ്പാടുമൊക്കെയാണ് എന്നെ ഇത്രയോളം എത്തിച്ചത്. കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള എൻ്റെ നാടിൻ്റെ ചിത്രം, എൻ്റെ വീടിൻ്റെ രൂപം, അതൊക്കെ ഓർക്കുമ്പോൾ നന്ദി എന്നല്ലാതെ എനിക്ക് എന്താണ് പറയാൻ കഴിയുക? എൻ്റെ കാർന്നവന്മാരുടെ ത്യാഗവും പ്രാർത്ഥനയും കണ്ണീരും അതെത്രയോ ഞങ്ങളെ വളർത്തി, എത്രയോ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നേടിത്തന്നു. പലപ്പോഴും അത് തിരിച്ചറിയാതെ മാതാപിതാക്കളോടും മുതിർന്നവരോടും ആദരവില്ലാതെ ഞങ്ങൾ പെരുമാറിയിട്ടുണ്ട്. അവരുടെ നേരെ കയർത്തിട്ടുണ്ട്. മാതാവിനെയും പിതാവിനെയും വേദനിപ്പിച്ചാൽ ദൈവം നിന്നെ ശപിക്കുമെന്നും നിന്റെ വീടിന്റെ അടിത്തറ പോലും അവിടെ നിന്ന് ഇളക്കിക്കളയുമെന്നും നിന്റെ വീട്ടിൽ നിന്ന് കണ്ണുനീരൊഴിഞ്ഞു പോവുകയില്ലെന്നും നിന്റെ വഴികളിലെ വിളക്കുകൾ ദൈവം അണച്ചു കളയുമെന്നും വേദപുസ്തകം എന്നോട് പറഞ്ഞു തരുന്നു. തമ്പുരാനെ, എൻ്റെ കാർന്നവന്മാരുടെ ശാപം എൻ്റെ തലയിൽ വീഴല്ലേ. അവരുടെ അനുഗ്രഹം എനിക്കുണ്ടാകണമേ. അവരെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഓർത്ത് സ്തുതി. അവരുടെ സ്നേഹവാത്സല്യങ്ങൾക്ക് നന്ദി. അവർക്ക് ഐശ്വര്യമുണ്ടാകണമേ. ദൂരദേശങ്ങളിൽ പഠനത്തിനും ജോലിക്കുമൊക്കെ പോയിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെയും കുടുംബാംഗങ്ങളെയും എല്ലാം ഓർക്കുന്നു. കണ്ണിൽ നിന്ന് അകലെയാണെങ്കിലും മനസ്സിലവരൊക്കെ അടുത്തുണ്ട്. തമ്പുരാനെ, വഴിതെറ്റിപ്പോകാതെ അങ്ങ് അവരെ നയിക്കണമേ. വിവാഹം ചെയ്തയച്ചിരിക്കുന്ന എൻ്റെ മക്കളെ ഓർക്കുന്നു. വലിയ പ്രതീക്ഷയോടെ ആരംഭിച്ച പലരുടെയും ജീവിതം ഇന്ന് സങ്കടത്തിലാണ്. ഒരു തരത്തിൽ അങ്ങനെ പോകുന്നുവെന്നേയുള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥതയുള്ള ജീവിതം നൽകണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖമനുഭവിക്കുന്ന എല്ലാ ദമ്പതിമാരെയും ഓർക്കുന്നു. വലിയ പ്രാർത്ഥനയും ചികിത്സയുമൊക്കെയായി കഴിയുന്നവർ ഒരുപാട് പേരുണ്ട്. തമ്പുരാനെ, അവിടുത്തെ അത്ഭുതകരമായ ഇടപെടൽ അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണമേ. നാനാതരത്തിലുള്ള രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും കൂടി സമർപ്പിക്കുന്നു. ആശ്വാസമായി, സൗഖ്യമായി അങ്ങെത്തണമേ.
മദ്യപാനം മൂലം തകർന്നു പോകുന്ന കുടുംബങ്ങളെ ഓർക്കുന്നു. ഒരു വ്യക്തി മദ്യത്തിനടിപ്പെട്ടു പോകുമ്പോൾ ഒരു കുടുംബമാണല്ലോ കണ്ണീരില്ലാണ്ടു പോകുന്നത്. മദ്യത്തിനടിപ്പെട്ട എല്ലാവർക്കും അതിൽ നിന്ന് മോചനം നൽകണമേ. ഞങ്ങളുടെ സഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പായെയും എല്ലാ പിതാക്കന്മാരെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും ഓർക്കുന്നു. സ്വന്തം വീടും നാടും പ്രിയപ്പെട്ടവരെയും എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങളുടെ ഇടവകയിൽ വന്ന് ഞങ്ങളോടൊപ്പം വസിച്ച് ഞങ്ങൾക്ക് വേണ്ടി പലതും പണിതുയർത്തി ഞങ്ങളെ വിശ്വാസ വഴികളിൽ വളർത്തി തിരുത്തി കടന്നുപോയ എത്രയോ സമർപ്പിതർ, ഞങ്ങളോടൊപ്പം നിന്നവർ, ആശ്വസിപ്പിച്ചവർ, പ്രാർത്ഥിച്ചവർ, വിവാഹം ആശീർവദിച്ചവർ, അങ്ങനെ പലതരത്തിൽ. ദൈവമേ, അവരെല്ലാം ഓർക്കുന്നു. ഇടറിപ്പോകാതെ അവരെ കാത്തുകൊള്ളണമേ. മരണം മൂലം വേർപിരിഞ്ഞു പോയ ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവർക്കും ശാന്തിയേകണമേ. ഈ തിരുനാൾ ദിനങ്ങൾ മനോഹരമാക്കുവാൻ അധ്വാനിക്കുന്ന ഏവർക്കും അവിടുത്തെ ആശീർവാദമുണ്ടാകണമേ. ബലഹീനരായ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും, ഞങ്ങളുടെ സ്വപ്നങ്ങളെയും സങ്കടങ്ങളെയും കണ്ണീരിനെയും പ്രതീക്ഷയെയും എല്ലാം അൾത്താരയിലേൽപ്പിച്ച് ഞങ്ങളങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. ഈ കുർബാനയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലും ജീവിതങ്ങളിലും കൂടി ആത്മാവ് നിറയണമേ എന്നും ദൈവം നമ്മെ തൊടണമേ എന്നും നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങേ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഈ പരിശുദ്ധ കുർബാനയിൽ നിറയുന്ന ദിവ്യാത്മാവ് ഞങ്ങളുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും നിറയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങേ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നമുക്ക് മുട്ടുകുത്താം. ഞങ്ങളുടെ കർത്താവിശുവും സിഹായി, അങ്ങേ നാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപം മോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യജീവൻ സ്വന്തമാക്കുകയും ചെയ്യും.
സ്വർഗത്തിൻ സമ്മാനമാ ഭൂമിയിലേക്കിന്നു വന്ന സ്വർഗീയ ഭോജ്യമിതാ നിത്യജീവന്റെ അപ്പമേ സ്വീകരിക്കുന്നത് വെറുതെ ഒരു അപ്പമല്ല. അപ്പം മേടിക്കുന്ന ലാഘവത്തോടെ ആരും കുർബാന ഏറ്റുവാങ്ങരുത്. ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പോകുന്നു. നാം സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന നമ്മുടെ നാവിലലിഞ്ഞ് നമ്മിൽ അല്പം കൂടി സ്നേഹമായി, നന്മയായി, കരുതലായി, പരിഗണനയായി ഒക്കെ മാറണം. എല്ലാ ബലഹീനതകളും പൊറുക്കണമേ എന്ന്, കുർബാന സ്വീകരിക്കുവാനുള്ള യോഗ്യത നൽകണമേ എന്ന് നമുക്ക് നിശബ്ദമായി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങേ സന്നിധിയിൽ നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി ജീവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. കുർബാന ദൈവജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അത്യുന്നതനായിരിക്കെ തന്നെ തന്നെ വിനീതനാക്കി കന്യകാമറിയത്തിൽ നിന്ന് അവിടുന്ന് മനുഷ്യ സ്വഭാവവും സ്വീകരിച്ചു. അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യങ്ങളിൽ തന്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് നമുക്കും അവിടുത്തെ പാടി പുകഴ്ത്താം. മിശിഹായുടെ ശരീരവും രക്തവും സമാധാനം നൽകട്ടെ. ആമേൻ. സന്തോഷത്തോടെ നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കും. സഹോദരരെ വരുവിൻ, കന്യകാമരിൽ നിന്ന് പിറന്ന ദിവ്യ കുഞ്ഞാടിന്റെ ശരീരരക്തങ്ങൾ ഭക്താദരപൂർവ്വം നമുക്ക് സ്വീകരിക്കാം.
സ്നേഹവാത്സല്യമേ ഈശോ എന്റെ നെഞ്ചിന്റെ താളം നീയല്ലോ എന്റെ ശ്വാസത്തിൻ താളം നീയല്ലോ അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ അതുമാത്രമാണെന്റെ ആശ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ അതുമാത്രമാണെന്റെ ആശ രൂപം ലഭിച്ചോരാപ്പം നിക്കൈയിൽ കുർബാനയായി നീ വാഴ്ത്തി മുറിച്ചോ വിളമ്പി ഏതോ പുരമ്പതൻ കയ്യാ അങ്ങു രൂപം ലഭിച്ചോരാ കുർബാനയായി നീ വാഴ്ത്തി മുറിച്ചോ വിളമ്പി നാഥായൻ ദേഹമാ അപ്പത്തെയവിടുന്ന് ആശീർവദിച്ചിടണേ അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ അതുമാത്രമാണെന്റെ ആശ
മാത്രമാണെന്റെ ആശ. അലിവോടെ എന്നെ തൊടേണേ, അത് മാത്രമാണെന്റെ ആശ. നൈവേദ്യമേകിടാം നറുമലരായിടാം
സ്നേഹമുള്ളവരെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി വിശുദ്ധ ബലിയർപ്പിച്ച് വചനം നമുക്കായി മുറിച്ച് തന്ന് നമ്മെ ധന്യരാക്കിയ ബഹുമാനപ്പെട്ട ജോൺ പൈനിക്കൽ അച്ഛന് നിങ്ങളുടെ എവരുടെയും പേരിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അച്ഛനെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ അച്ഛൻ ഇപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടവകയെപ്പറ്റി ഞാൻ പറഞ്ഞില്ല. ആയത്തുപടി ഇടവകയിലാണ് ഇപ്പോഴച്ഛൻ വികാരിയായി സേവനം അനുഷ്ഠിക്കുന്നത്. വളരെ ദൈവാനുഭവപ്രദമായിട്ടുള്ള ഒരു ദിവ്യബലിയിലൂടെ നമ്മെ അനുഗ്രഹിച്ച ജോണച്ചന് എല്ലാവരുടെയും പേരിൽ പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ്. നാളെ നമ്മുടെ തിരുനാൾ ദിവസമാണ്, സമാപന ദിവസമാണ്. നാളത്തെ വിശുദ്ധ ബലിയിൽ കാഴ്ച സമർപ്പണം നടത്തേണ്ടത് നമ്മുടെ ഇടവകയിലുള്ള 13 കുടുംബ യൂണിറ്റുകളിലെ പ്രസിഡന്റുമാരും തിരുനാൾ കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളും ചേർന്നാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. തേമാലിക്കരയിലുള്ള എല്ലാ കുടുംബങ്ങളുമാണ് ഇന്നത്തെ ആഘോഷങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതെന്ന് ഞാൻ പറയുകയുണ്ടായി. അവർ ശേഖരിച്ച ഫണ്ടിൻ്റെ നല്ലൊരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് അവർ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യവും പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. നമുക്ക് ഇന്നത്തെ ജപമാലയും വാഴവും കഴിഞ്ഞാണ് പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണം നമ്മൾ നടത്തുന്നത്. പ്രദക്ഷിണം ഏറ്റവും ഭക്തി സമൃദ്ധമായ വിധത്തിൽ നടത്തുന്നതിന് നമ്മളെല്ലാവരും സഹകരിക്കണം. അതിൻ്റെ ഒരു ക്രമം ഒന്ന് പറയാനുള്ളത്, ആദ്യമേ ശ്ലീവ കുരിശ്, അതിൻ്റെ പിറകിലായിട്ട് 6 കുരിശുകൾ നിരയായി നിൽക്കുന്നു. ആ കുരിശുകളുടെ പിന്നിലായിട്ട് ജനങ്ങൾ കഴിയുന്നിടത്തോളം 6 നിരകളിലായിട്ട്, അത് സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ സൗകര്യപ്രദമായ വിധത്തിൽ നമ്മൾ പള്ളി ചുറ്റി പ്രദക്ഷിണം നടത്തി പ്രദക്ഷിണത്തിൻ്റെ ഒടുവിൽ കൊടിമരം ചുറ്റിയാണ് നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുക. ആ കൊടിമരം ചുറ്റി വരുമ്പോൾ അവിടെ തന്നെ നിൽക്കണം. മാതാവിൻ്റെ തിരുസ്വരൂപം ഭക്ത്യാദരപൂർവ്വം നമ്മൾ എതിരേറ്റ് പള്ളിയിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷമാണ് എല്ലാവരും പള്ളിയകത്തേക്ക് കടന്നു വരികയും സമാപന ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുന്നത്. പ്രദക്ഷിണത്തിൻ്റെ അവസാനമാണ് ഇന്ന് നേർച്ചയായിട്ട് വിതരണം ചെയ്യുന്നതിന് ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ള ഉണ്ണിയപ്പം നമ്മൾ വെഞ്ചരിച്ച് വിതരണം ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും പ്രദർശനത്തിൽ പങ്കെടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ഇന്ന് പ്രദർശനത്തിൽ നമ്മുടെ മാതാവിൻ്റെ രൂപക്കൂട് അലങ്കരിക്കുവാൻ വേണ്ടി മുല്ലപ്പൂക്കൾ സ്പോൺസർ ചെയ്തിട്ടുള്ളവർ ഒരു കുടുംബം, അവർ അമേരിക്കയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ബെന്നി ജോസഫ്, സുനി, ആൽവിൻ, ആൻ്റണി, ഇവരാണ് മുല്ലപ്പൂമാല സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അടുത്ത കൊല്ലത്തേക്ക് ശ്രീ വരലാൻ ചാർലിയുടെ കുടുംബമാണ് രഥാലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ള മുല്ലപ്പൂ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഇക്കൊല്ലത്തെ രഥാലങ്കാരത്തിനുള്ള മുല്ലപ്പൂ സ്പോൺസർ ചെയ്തിട്ടുള്ളൊരു കുടുംബം വിദേശത്താണ്. അവർ പല പ്രാവശ്യം എന്നെ വിളിക്കുകയുണ്ടായി ഫോണിൽ. അവർക്ക് കൂടി കാണത്തക്ക വിധത്തിൽ നമ്മൾ വെബ്സൈറ്റിൽ ഇന്നത്തെയും നാളത്തെയും തിരുക്കർമ്മങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചിരുന്നു. അതോടുകൂടിയുള്ള 1-2 അറിയിപ്പ് കൂടി. ഒന്ന്, പ്രസിദ്ധി വിഹിതം ഇതുവരെ കൊടുത്ത് തീർക്കാത്തവരെ എത്രയും വേഗം അത് കൊടുത്ത് സഹായിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ഇടവകാംഗങ്ങൾ തന്നെ പൂക്കൾ ഇവിടെ വാങ്ങുന്നതിന് വേണ്ടി പൈസ ഏൽപ്പിച്ചിട്ടുണ്ട്. ശ്രീമതി റോസ്ലി ഡേവിസ്, അതുപോലെ വടക്കഞ്ചേരി എസ്തപ്പാനു പോൾ, കൂടാതെ നമ്മുടെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തിയ എല്ലാ പ്രസിഡന്റുമാരും തന്നെ പൂക്കൾ വാങ്ങുന്നതിന് പ്രത്യേകം നമുക്ക് പൈസ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ
തിരുനാളിൽ നമ്മൾ പ്രത്യേകമായിട്ട് രൂപം അലങ്കരിക്കുവാനും അതുപോലെ മാതാവിന് പുഷ്പാർച്ചന നടത്താനുമൊക്കെ വേണ്ടിയിട്ട് ധാരാളം പേര് അങ്ങനെ താല്പര്യം കാണിക്കുന്നുണ്ട്. കാര്യവും സന്തോഷത്തോടുകൂടി ഓർമ്മിക്കുകയാണ്. നമുക്ക് സമാപന പ്രാർത്ഥനകൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങാം. അതിനു മുമ്പ് ഇന്ന് പ്രസിഡന്റിയെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ തെമാലിക്കരയെ പ്രതിനിധീകരിച്ച് ഒരാൾ മുമ്പോട്ട് വരും. കാർമ്മികന് സമർപ്പിക്കുവാനുള്ള തിരിയുമായിട്ട് ആ സമയത്ത് ഗായക സംഘം ഗാനമാലപിക്കും. അത് കഴിഞ്ഞ് പ്രസിഡന്റിക്ക് നൽകാനുള്ള ഗിഫ്റ്റ് ഇവിടെ ആശീർവദിക്കുന്നതാണ്, അത് കൈമാറുന്നതുമാണ് എന്നുള്ളവരെ ഓർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ജോണച്ചന് പോകേണ്ടതുള്ളതുകൊണ്ട് പ്രദർശനം നടത്താൻ ഞാനേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ തന്നെ വേണ്ട ക്രമീകരണങ്ങൾ എല്ലാം ചെയ്ത് പ്രദർശനം ഭംഗിയായി നടത്താനായിട്ട് സഹകരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. നിറഞ്ഞ ചൈതന്യമേ പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിയണമേ പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിയണമേ സ്വർഗം തുറന്നിറങ്ങി വരൂ പുതുമഴയായി പെയ്തിറങ്ങൂ സ്നേഹത്താലിറങ്ങിയപ്പോ സ്നേഹാഗ്നിയാൽ പടരൂ ആത്മീയമന്നയാൽ ഈ സമൂഹത്തിൽ പൊഴിയൂ. കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയോടുള്ള ഞങ്ങളുടെ ആദരവിൻ്റെയും വണക്കത്തിൻ്റെയും പ്രതീകങ്ങളായി ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ മെഴുതിരിയും ജപമാലയും എണ്ണയും ധൂവുമെല്ലാം അവിടുന്ന് ആശീർവദിക്കണമേ. ഇത് ഞങ്ങളുടെ ഭവനങ്ങളിൽ സൂക്ഷിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഞങ്ങൾക്കുണ്ടാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ കൂടി നന്മ നിറയുവാൻ, തിന്മകൾ മാറിക്കിട്ടുവാൻ കാരണമാകണമേ. അമ്മയോടുള്ള വണക്കം ഞങ്ങളുടെ കുടുംബങ്ങളിലെ സ്ത്രീകളോടുള്ള ആദരപൂർവമായ പെരുമാറ്റത്തിന് കാരണമാകണമേ. എല്ലാ പൈശാചിക തിന്മകളിൽ നിന്നുമുള്ള സംരക്ഷണവുമാകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്നേഹന്മാരിൽ നിറഞ്ഞ ശക്തിയേകി നയിക്കണേ സ്നേഹന്മാരിൽ നിറഞ്ഞ ശക്തിയേകി നയിക്കണേ സ്നേഹന്മാരിൽ നിറഞ്ഞ ശക്തിയേകി നയിക്കണേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവിതദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച വിശുദ്ധ കുർബാന
ഞങ്ങളുടെ നാവിലലിഞ്ഞ് ഞങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും നന്മയുടെ നാളമായി പടരണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. വഴിയായി മാവിൻ സ്നേഹപിതാവാം സകലേശൻ വഴിയായി സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നമ്മുടെ കർത്താവിന്റെ ഇടപെടമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിന്നീട് ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുന്നത്. വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ക്ഷണിച്ച ബഹുമാനപ്പെട്ട പുന്നശ്ശേരിച്ചന്, പ്രസിദ്ധേന്തിമാർക്ക്, നിങ്ങൾക്കെല്ലാവർക്കും മനോഹരമായ പാട്ടുപാടിയ പാട്ടുകാർക്ക്, അൾത്താരബാലന്മാർക്ക്, കപ്പ്യാരി ചേട്ടന്, നിങ്ങൾക്കെല്ലാവർക്കും നന്ദിയും തിരുനാളിൻ്റെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും.
മിശിഹാ കർത്താവേ മാനവരക്ഷകനേ നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ മിശിഹാ കർത്താവേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ ത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സന്തോഷകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, പരിശുദ്ധ കന്യാമറിയത്തെ ഗബ്രിയേൽ മാലാഖ അഭിവാദനം ചെയ്ത് നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞപ്പോൾ അവൾക്കുണ്ടായ സന്തോഷത്തെയും അവളുടെ വിനീതമായ മറുപടിയെയും കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അമ്മേ മാതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങൾ എളിമയോടുകൂടി ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കുവാൻ പഠിപ്പിക്കണമെന്ന് അമ്മയുടെ മാധ്യസ്ഥ്യം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാ